ഹായ് എവ്രി വൺ. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ ഡാൻസ് ഗ്രൂപ്പുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ക്ലാസിക്കലൊക്കെ പഠിച്ചതാണ്. അവരുടെ കൂടെ ഞാനും ഉണ്ട്. നമ്മുടെ ഡാൻസ് ടീമിൻ്റെ പേര് നുപുരയിലത്തെ എല്ലാവരെയും ഇന്ന് ഞങ്ങൾ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പോട്ട്ലക്ക് പോലെ. അപ്പം ഓരോരുത്തർ ഓരോ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരും. നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? അപ്പം, മുട്ടക്കറി, അതേ ഉള്ളൂ. കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരെത്താൻ ഇനി എക്സാക്ട്ലി 15 minutes. അപ്പോൾ ഞാനൊന്ന് വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതുവരെ ആർക്കും വീടൊന്നും കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ വീടും ചെടികളും കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് മെയിൻ ഡോർ. ഇത് പുറത്തുനിന്ന് കയറി വരുന്നത് നമ്മുടെ റൂം ഫസ്റ്റ് ഫ്ലോറിലാണ്. അവിടെ എൻ്റെ ചെടികളുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷൂ റാക്കുണ്ട്. ഇവിടെ ഒരു ഷൂ സ്റ്റാൻഡ്, വിൻഡോ ഷൂസൊക്കെ വെക്കാൻ വേണ്ടി. ഇത് ഞങ്ങളുടെ കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്. ഇതാണ് ബാത്റൂം. ഇത് ആക്ച്വലി ഒരു എന്താ പറയണ്ടേ, ഐലൻഡ് കിച്ചൺ അങ്ങനെയാണ് കോൺസെപ്റ്റ്. അതായത് കിച്ചൺ ആൻഡ് ലിവിങ് റൂം ഒരുമിച്ചാണ്, ബെഡ്റൂം സെപ്പറേറ്റ്, ബാത്റൂം ഓഫ് കോഴ്സ് സെപ്പറേറ്റ്, അങ്ങനെ. അപ്പം ജസ്റ്റ് ഞാൻ ചുറ്റും കാണിച്ചു തരാം. ഞങ്ങളുടെ ഡിജയുടെ ദൈവങ്ങളും എൻ്റെ ദൈവം അവിടെയുണ്ട്. എൻ്റെ ഫേവറേറ്റ് ചെടികളാണ് ഇതൊക്കെ. സൺലൈറ്റ് ഉണ്ട്, ഓൾസോ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അത്യാവശ്യം ഷാഡോ ഉണ്ട് കേട്ടോ. നമ്മളുടെ കൗച്ച് ഇത് ആക്ച്വലി എക്സ്റ്റെൻഡ് ചെയ്ത് ബെഡാക്കാൻ പറ്റും. യൂഷ്വലി ഞാനും ഡി ജി എവിടെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഫുഡ് കഴിക്കുമ്പോൾ ടി വി കാണുന്നു. ഡി ജി അവിടെ കുറച്ച് ഫൈനൽ ക്ലീനിങ് ടച്ചപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതിൻ്റെ ഒരു ചെറിയ ഓർക്കിഡ് പോട്ട്. ഈ ചെയറൊന്നും യൂഷ്വലി ഇവിടെ ഇല്ല, ഇന്നിപ്പോൾ എല്ലാവരും വരുന്നതുകൊണ്ട് എടുത്തിട്ടേക്കുന്നതാണ്. ഇതാണ് ഡി ജെയുടെ വർക്കിംഗ് ഏരിയ. ഇതാണ് നമ്മുടെ ബിഗ് മോൺസ്റ്റർ. അവിടെ താഴെയും കുറച്ച് എൻ്റെ ഓർക്കിഡ്സും ചെടികളൊക്കെ ഇരിപ്പുണ്ട്. സമ്മർ ആകുമ്പോൾ വേണം എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ ഫോട്ടോ അങ്ങനെ മാറി മാറി വരും. ഇത് കവറി ചേച്ചി ഞങ്ങൾക്ക് വെഡിങ് ഗിഫ്റ്റായിട്ട് തന്നതായിരുന്നു, ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ. ഇവിടെ ഫാമിലി ഫോട്ടോ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഡൈനിങ് ടേബിൾ. എനിക്ക് വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ളതും ഞങ്ങളോട്ട് ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഏരിയയാണ് ഡൈനിങ് ടേബിൾ. അപ്പത്തിന് മാവ് നല്ലപോലെ പുളിച്ചതുകൊണ്ട് ഞാൻ കുറച്ച് പുളിപ്പ് കുറയാൻ വേണ്ടിയിട്ട്, അതായത് ഇനിയും പുളിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ട് വെച്ച്. ഇവിടെ ആകുമ്പം ബാൽക്കണിയിൽ നിന്നുള്ള കുറച്ച് തണുപ്പ് കിട്ടും. ഇതാണ് ഡൈനിങ് ടേബിൾ. ഡിജയുടെ ഫേവറേറ്റ് ബുദ്ധൻ. പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡുണ്ട്. ഇവിടെ വെട്ടം കുറച്ച് കുറവായതുകൊണ്ട് അവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. ബേസിക്കലി ഈ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇവിടെയാണ് ലൈറ്റ് വരേണ്ടത്. ബട്ട് ഈ വീടിൻ്റെ ആർക്കിടെക്റ്റ് ഇവിടെയാണ് ലൈറ്റ് പ്ലാൻ ചെയ്തത്. സോ ബേസിക്കലി നമുക്ക് ടി വിയുടെ ഏകദേശം മുന്നിലായിട്ട് ഈ ലൈറ്റ് വരും. ഞങ്ങൾ രണ്ട് മാത്രമുള്ളപ്പോൾ കുഴപ്പമില്ല. എന്നാലും ഗസ്റ്റ്സ് ആരെങ്കിലും വരുമ്പം ടി വി കാണുമ്പോൾ ഈ ലൈറ്റും കൂടിയുമ്പം ചെറിയൊരു ഡിസ്റ്റർബൻസ് പോലെ ഉണ്ടാവും. പിന്നെ ഇവിടെ നമ്മുടെ 3 ഫോട്ടോസ് ഉണ്ട്. അങ്ങനെ ഇനി ഞാൻ കായപ്പോളി ആക്കിയിട്ടുണ്ട്. അടുത്ത 3rd കായപ്പോളിൻ്റെ അകത്ത് ആവുന്നുണ്ട്. എൻ്റെ അപ്പത്തിൻ്റെ കുറച്ച് മാവ് എക്സ്ട്രാ ഉള്ളത്, ഓറഞ്ച് ജ്യൂസ്, കുറച്ച് ഫ്രൂട്ട്സ്, അങ്ങനെ ഇനി കുറച്ച് പണികൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അവർ വരുമ്പോഴേക്കും നമ്മുടെ മുട്ടക്കറി ഇവിടെ, മുട്ടക്കറി റെഡി ആയിട്ടിരിപ്പുണ്ട്. അവർ വരുമ്പോഴേക്കും ഒന്ന് ഫൈനൽ ടച്ചപ്പൊക്കെ നടത്തി ചായ ആക്കണം. ഇതാണ് ബെഡ്റൂം. ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഇരുട്ട് പോലെ തോന്നും. ശരിക്കും നല്ല വെട്ടം ഉണ്ടാവാറുണ്ട് ഈ റൂമിൽ. ഞാനിപ്പം ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒക്കെ ബ്ലൈൻഡ്സ് ഇടുന്നുണ്ടാണ്. ഇതാ ഇവിടെയും എൻ്റെ ചെടികളുണ്ട്. ഇതാണ് എൻ്റെ വർക്കിംഗ് ടേബിൾ. എൻ്റെ ഓർക്കിഡിൽ പോകുമായിരുന്നു. അങ്ങനെ ഇവിടെ നമ്മുടെ ഫാമിലിയുടെ കൂടെയുള്ള ഫോട്ടോ. അപ്പം അവർ വരുന്നവരെ ഒരു 10 minutes കൂടി സമയമുള്ളൂ. ഞാൻ വേഗം പോയിട്ട് ചായ വെക്കട്ടെ. ഇവിടെ കുറച്ച് സ്നാക്സ് പിള്ളേർക്ക് വേണ്ടിയുള്ളത്. എന്തൊക്കെയോ സാധനം ഞാനും ആക്ച്വലി ഇതുവരെ കഴിക്കാത്ത സാധനങ്ങളാണ് അത്. പിന്നെ ഇത് ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനം. ഇത് പിന്നെ മാനറിൻ്റെ, ഇതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അത് കുറച്ച് ജ്യൂസസ്, കോള, പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയുള്ള പ്ലേറ്റ്, അങ്ങനെയെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചായക്കുള്ള വെള്ളം അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞാൽ ഡി ജെ ഇങ്ങനെ എല്ലാം അടുത്തൊന്നും കൊടുത്തോടിക്കുന്നു. ഞാൻ ബാക്ക് ക്യാമിൽ കാണിക്കാം.
ഡൈനിങ് ടേബിളിലെ ക്യാൻഡിൽസൊക്കെ കത്തിച്ചു. ഞാൻ ആക്ച്വലി വാഷ്റൂം കാണിച്ചിരുന്നു ഇപ്രാവശ്യത്തെ, സോ ഒന്ന് വാഷ്റൂം കാണിച്ചിട്ട് വരാം. ഇവിടെ ആക്ച്വലി ഈ 2 ക്യാൻഡിൽസ് കത്തിക്കാനുണ്ട്. ഇത് LED ആണ്. ഈ വലുത് ഞാൻ കത്തിക്കുന്നില്ല, ഇച്ചിരി റിസ്കി. ഈ വീട്ടിൽ ആക്ച്വലി ബാത്റൂം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ബീച്ചിലൊക്കെ ഇത് വെച്ചിട്ടുണ്ട്, ആർക്കെങ്കിലൊക്കെ മനസ്സിലാവട്ടെ എന്ന് ഓർത്തിട്ട്. ഇതാണ് എനിക്ക് അടുത്ത ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടി. അമ്മ പറയുന്നുണ്ടായിരുന്നു കണ്ട എൻ്റെ കാട്ടുചെടിയൊക്കെയാണ് വാങ്ങി വെച്ചേക്കുന്നത്. ആൻഡ് ഇത് വീടൊരു ഗ്രീൻ തീമിലാണെങ്കിലും വാഷ്റൂം മാത്രം ഒരു ബ്ലൂ തീമിലാണ്. എനിക്ക് ഈ തീം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അപ്പം 5:30 ആയി. എല്ലാവരും ഇപ്പം തന്നെ എത്തുമായിരിക്കും. നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. ആരാന്ന് നോക്കട്ടെ. കൊഞ്ചം വലി എനിക്ക് തോന്നി ഇവരായിരിക്കും. നിങ്ങളാട്ടോ ഫസ്റ്റ്. വെരി ഗുഡ്. ഞാൻ ഫസ്റ്റ് വരുന്നവർക്ക് സമ്മാനം ഉണ്ടെന്ന് വെറുതെ പറഞ്ഞിട്ടുണ്ടേ. നിങ്ങൾ വരുമ്പം അല്ല, നിങ്ങൾ സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. ഇതെന്നാ പാല്. പിന്നെ ഓറഞ്ച് വേണോ? ചിത്ര ചേച്ചി അങ്ങനെ ചിത്ര ചേച്ചി എത്തി. എന്തി ചേട്ടൻ പാർക്കിംഗ് കിട്ടിയില്ലേ? ഡിജെ ഹെയർ കട്ട് ചെയ്യൂലേ? ഞാൻ ആക്ച്വലി ഇന്നലെ പറഞ്ഞോളൂ എനിക്ക് ഹെയർ കട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. കിച്ചുവേട്ടൻ മറ്റേ ഇതാണല്ലോ കൊമ്പമീശ. ചായ സ്റ്റിൽ റെഡി. അങ്ങനെ അടുത്ത ആളും എത്തിയിട്ടുണ്ട്. ഇത് ചിത്ര ചേച്ചിയുടെ സ്വന്തം സജിത്തേട്ടൻ. സജിത്തേട്ടൻ നമ്മുടെ മ്യൂസീഷ്യനാണ്. ഇവിടെ ശ്രുതി പെട്ടിയൊന്നുമില്ല, വെറും പെട്ടിയാണ്. അടുത്ത ടീം വന്നിട്ടുണ്ട്. ഇതേതാ ഈ സുന്ദരി? അപ്പൊ ചേട്ടൻ പാർക്ക് ചെയ്തു. നമ്മൾ സസ്റ്റൈനബിൾ ആവാൻ വേണ്ടി കപ്പ് ആരുടേത് മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ എല്ലാ കപ്സിലും പേരെഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത ഫാമിലി എത്തിയിട്ടുണ്ട്. പിള്ളേരെല്ലാവരും ഡോറിൻ്റെ അടുത്താണ്. അടുത്ത് വരുന്ന ആരാന്നുള്ള ക്യൂരിയോസിറ്റി കാരണം. ഈ വരുന്ന റാഷിക്കേട്ടനാണ് കേട്ടോ, ബിജിനി ചേച്ചിയുടെ ഹസ്ബൻഡ്. പിന്നെ ചേച്ചി നമ്മുടെ ഗ്രൂപ്പിലെ ഒരു അടിപൊളി സിംഗറാണ്. ആക്ച്വലി ഇതൊരു ഡാൻസ് ഗ്രൂപ്പാണ്. ചേച്ചിയുടെ പാട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ട്, എല്ലാവരും കാണണേ. എല്ലാവരും അങ്ങനെ ഓൾമോസ്റ്റ് എത്തി. രഞ്ജിൻ ചേച്ചിയും കൂടി എത്താനുള്ളൂ. നമ്മൾ ചായയും കായപ്പോളയൊക്കെ എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും കഴിച്ചു. പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ചായ ആയിരുന്നു. ഹായ് പറയോ നിങ്ങൾ? രഞ്ജിൻ ചേച്ചി ഹായ് പറഞ്ഞോ. എല്ലാവരും അങ്ങനെ എത്തി ചായയൊക്കെ കുടിച്ച് സെറ്റിലായി. ചിത്ര ചേച്ചി ഇവിടെ ഇരുന്ന് പിള്ളേരെയൊക്കെ കൂടെ കൊണ്ട് എന്തോ ഗെയിം കളിക്കുകയാണ്. ഇത് പണ്ട് ഞാൻ കളിച്ചിട്ടുണ്ട്. ഞാൻ പാസിംഗ് ദ മെസ്സേജ് എന്നാണ് ഈ ഗെയിമിന് പറയുന്നത്. നിങ്ങൾ എന്നെ പറയുന്നത് അറിയത്തില്ല. എന്തായാലും ഈ ഗെയിം കളിച്ചതോടെ എല്ലാവരും തമ്മിലൊന്ന് പരിചയപ്പെട്ടു. പിന്നെ അങ്ങോട്ട് പിള്ളേരുടെ അടിപൊളി കളി മാത്രമായിരുന്നു. നല്ല ഫണ്ണായിരുന്നു. വീട്ടിൽ നല്ല ബഹളം ഉണ്ടായിരുന്നു. ഇവിടെ സ്റ്റാർട്ടേഴ്സ് ഓൾറെഡി എല്ലാവരും ജസ്റ്റ് കഴിച്ചു തുടങ്ങി. ഏകദേശം 7 മണിയായപ്പോൾ പിള്ളേർക്കൊക്കെ വിശക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി താമസിക്കാണ്ട് ഫുഡ് പിള്ളേർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പമൊക്കെ ചുടാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ തന്നെ മാവ് നല്ല അടിപൊളി പൊളിച്ചു വന്നായിരുന്നു. ഞാൻ യൂട്യൂബിലിട്ട ഷോർട്സ് വീഡിയോയിലെല്ലാവരും കണ്ടു കാണുമല്ലോ. ഞങ്ങളെല്ലാവരും സ്റ്റാർട്ടേഴ്സൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തു. പിള്ളേർക്ക് അപ്പമൊക്കെ കൊടുക്കാൻ നോക്കി. പക്ഷേ ഇവർ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആർക്കും വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇതാ എങ്ങനെയാട്ടോ ചൂടുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ചൂടാൻ ഈ ഇൻഡക്ഷനിൽ വർക്കാവില്ല ആ പാത്രം. അതുകൊണ്ടാണ് ഈ ഷേപ്പിൽ ചൂടുന്നത്. ഇനി ഞാൻ ഫുഡൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. പോട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാവരും പല പല ഫുഡാണല്ലോ കൊണ്ടുവരുന്നത്. നമുക്ക് സ്റ്റാർട്ടേഴ്സ് തൊട്ട് ഡെസേർട്ട് വരെ സംഭവങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ കാണിച്ച സ്റ്റാർട്ടർ കവിത ചേച്ചി കൊണ്ടുവന്നായിരുന്നു, സമൂസ സംഭവം. ഇത് അപ്പം മുട്ടക്കറി ഞാൻ ഉണ്ടാക്കിയത്. ഇടിയപ്പം ബിജിന ചേച്ചിയുടെ വക. പിന്നെ വെജിറ്റബിൾ സ്റ്റൂ ചിത്ര ചേച്ചിയുടെ വക. പിന്നെ അടുത്തത് ഇത് കവിത ചേച്ചിയുടെ ഗ്രീൻ പീസ് കറി, ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്,
ചിക്കൻ ഫ്രൈ. ഇത് ബിജൻ ചേച്ചി, ചിത്ര ചേച്ചി, ജിജി ചേച്ചി, ഇത്രയും പേരെയാണ് കേട്ടോ. പിന്നെ ഗുലാബ് ജാമുൻ, ഐസ്ക്രീം. പിള്ളേർക്ക് ഫുഡ് കഴിക്കുന്നുണ്ട്. 3 സെക്ഷനായിട്ട് ആക്ച്വലി കഴിച്ചത്. എല്ലാവരും കഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെ അടിപൊളി സാധനം, മാംഗോ തിരാമിസു. അത് രഞ്ജിനി ചേച്ചിയുടെ വകയായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് കുറേ നേരം വർത്തമാനം പറഞ്ഞു. പിന്നെ ഞാൻ എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അതിനുശേഷം ബിജനി ചേച്ചിയുടെ പാട്ട്. കംപ്ലീറ്റ്ലി വീഡിയോ എല്ലാം എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഹായ് ചിത്ര ചേച്ചി. ഇതാണ് ചിത്ര ചേച്ചി. ഞാനാണ് ചിത്ര. ചിത്ര ചേച്ചിയുടെ അതാണ് അവിടെ. അതന്നെ. ഇത് പിന്നെ കിച്ചുവേട്ടൻ. കിച്ചുവേട്ടൻ ഇനി ആർക്കെല്ലാം അറിയാൻ ബാക്കിയുണ്ടെന്ന് എനിക്ക് അറിയാം. ജി ചേച്ചി ഇത് ബിജിന ചേച്ചി. ഹായ്. രാശികേട്ടൻ തല കാണിക്കരുതെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ബേബി ഉറങ്ങാണ്. ഇനി നമ്മൾ സ്വന്തം കവിത ചേച്ചിയുടെ സ്വന്തം അപ്പു ചേട്ടൻ, പിന്നെ DJ. കുളിർമാരിയായി പെയ്തു നീ അറിയാതെ തെളിവേനലിൽ, കുളിർമാരിയായി പെയ്തു നീ നീരവരാവിൽ ശ്രുതി ചേർന്ന വിണ്ണിൻ മൃദുരവമായ ലയമഞ്ജരി. മലരായി ഈ കൈക്കുമ്പിളിൽ ജന്മം സഫലം എൻ ശ്രീരേഖയിൽ. അയ്യോ, രാശികേട്ടന്റെ മുഖത്തായിരുന്നു സങ്കടം. ലേഡീസ് ബൈ പറയൂ. ഒരു കുഞ്ഞിപ്പെണ്ണ് ഇവളെപ്പോഴെണീറ്റ്? അങ്ങനെ എല്ലാവരും പോയി. 1:10, 1:15 രാത്രി സമയം. അറൗണ്ട് 12:30 ഒക്കെ ആയപ്പോൾ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ പോയായിരുന്നു. ഒരു അടിപൊളി ഈവനിങ് ആയിരുന്നു. പാട്ടൊക്കെ പാടി വർത്താനം പറഞ്ഞു. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. ഇനി അടുത്തത് മോസ്റ്റ്ലി ഒരു ഗേൾസ് ട്രിപ്പ് ആയിരിക്കും. ഗേൾസ് മീറ്റപ്പ് ആയിരിക്കും. എനിക്കറിയത്തില്ല, ബട്ട് അങ്ങനെ ആവാനാണ് ചാൻസ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇതിലെല്ലാവർക്കും ഞാൻ പറഞ്ഞ പോലെ വീഡിയോയിൽ വരാനൊരു നാണമുണ്ട്. അതുപോലെ നാണമല്ല, ചില ആൾക്കാർക്ക് അത്ര കംഫർട്ടബിൾ അല്ല, അങ്ങനെയുണ്ട്. അതുപോലെ എന്നെ ഇങ്ങനെ കുഞ്ഞിതായിട്ട് കളിയാക്കുന്നുമുണ്ട്, വീഡിയോ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട്. ബട്ട് ഇനി മുന്നോട്ട് പോകുന്തോറും ഇങ്ങനെ നമ്മൾ ഈ ആൾക്കാരൊക്കെ അഗെയിൻ മീറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എല്ലാവരും കാണിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ ബൈ.